2-3 ദിവസമായിട്ട് കൊതിപ്പിച്ച് പണ്ടാരം അടക്കിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ. ഇതാണ് വെളുത്തുള്ളി തൊക്കു. ഒരിക്കൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കണ്ണിലുടക്കിയ ഒരു അടിപൊളി ഐറ്റം ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷിച്ച് നോക്കിയത് എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റ്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മുടെ ചട്ടി എടുക്കുന്നതാണ് നല്ലത്. ഇതിനകത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് കടുക്, 2-3 വറ്റൽമുളക്, ഒരു ഭംഗിക്ക് കിടക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. പിന്നെ ഇത് ഗാർലിക് തൊക്കുവാണല്ലോ, അപ്പോൾ കുറച്ച് അധികം ഗാർലിക് വേണം. ഇതിപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം ഗാർലിക് ഇടണം. പിന്നെ നല്ല നാടൻ കറിവേപ്പില കിട്ടുമെങ്കിൽ അത് കൂടി ഇട്ടുള്ളൂ. ഇതൊക്കെ സ്കിപ്പേ ചെയ്യരുത് കേട്ടോ, കറിവേപ്പിലയൊക്കെ. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി. കായത്തിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചേർക്കാം. എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നല്ല കാര്യമായിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കടുക് വറ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഒരു കുഞ്ഞൊരു നെല്ലിക്കയുടെ അത്രത്തോളം പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ പുളി കൂടി അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുറുക്കി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിക്കായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ കറി റെഡിയാണ്. ഈ ഒരു പാർട്ട് എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആ ചട്ടിക്കകത്തൊരു പിടി ചോറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് അമ്പോ പൊളി.